പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ വംശഹത്യയെ യാതൊരു നിഷ്കരണം സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലടക്കമുണ്ട്. ഇതിൽ കൗതുകമുള്ള ഒരു കാര്യം, ഇതിൽ അതിശയകരമായ ഒരു കാര്യം എന്തെന്നാണെന്ന് വെച്ചാൽ ഇവർ ഒരു കാര്യം സത്യം പറയുന്നുണ്ട്. 1200 പേരെ ഹമാസ് ഇസ്രായേൽക്കാരെ അറ്റാക്ക് ചെയ്തു കൊന്നു എന്നുള്ളതാണ്. അത് സത്യമാണ്. പക്ഷേ അതിൻ്റെ 5 വർഷം, അവസാനത്തെ 5 വർഷം മുമ്പ് വരെ ഇസ്രായേൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഏതാണ്ട് 1150 ഫലസ്തീനികളെ വിവിധ ഘട്ടങ്ങളിലായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്, ജയിലിനകത്തും പുറത്തും വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഹമാസ് സൈലൻ്റ് ആയിരുന്നു. അവസാനം ആണ് ഹമാസ് ഇസ്രായേലിലേക്കൊരു മാസീവ് അറ്റാക്ക് നടത്തുന്നതും അതിൽ വലിയൊരു രീതിയിലുള്ള കാഷ്വാലിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടന്നതിന് ശേഷം പിന്നീട് സംഭവിച്ചത് ഇതൊരു കാരണമാക്കിക്കൊണ്ട് ഇസ്രായേൽ വീണ്ടും തിരിച്ചാക്രമിക്കുകയും ഏതാണ്ട് 55,000-ഓളം ആളുകൾ കൊലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹമാസിൻ്റേത് അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയുടേത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണ്. അല്ലാതെ അതുകൊണ്ടാണ് പലപ്പോഴും പല ചരിത്രകാരന്മാരും പറയുന്നത് ഫലസ്തീനികൾ എന്ത് ചെയ്താലും അത് ശരിയാണ് എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് ലോക മനസാക്ഷി മുഴുവനും ഫലസ്തീനിൻ്റെ കൂടെ നിൽക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, സുരക്ഷിതമായി താമസിക്കുന്നു, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ള സമയത്ത് ഏതെങ്കിലും പുറത്തുനിന്നൊരു ആൾ വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങളുടെ വീട് ഒഴിഞ്ഞു പോകണം, നിങ്ങളുടെ സ്ഥലം ഒഴിഞ്ഞു പോകണം, നിങ്ങളുടെ ഉടമസ്ഥാവകാശം, ഈ ഒരു വീടിൻ്റെയും നിങ്ങളുടെ വാഹനത്തിൻ്റെയും ഒക്കെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കാണ്, നിങ്ങൾ യാതൊരു നിയമപരമായ യാതൊരു കംപ്ലീറ്റ് ഇല്ലീഗലായിട്ട് ഒരു പാർട്ടി വന്നിട്ട് നമ്മുടെ വീട് കയ്യേറാൻ വരുന്നു, അതിന് അവിടുത്തെ പോലീസിൻ്റെ പിന്തുണ കിട്ടുന്നു, അതിന് ആ നാട്ടിലെ നിയമ സംവിധാനങ്ങളുടെ പിന്തുണ കിട്ടുന്നു. അങ്ങനെ നിഷ്കരണം ആളുകളുടെ സ്വത്തും സമ്പാദ്യവും സർവ്വതും സമ്പാദിച്ചു വെച്ചത് മുഴുവനും ഇല്ലാതായി ഒരു ദിവസം കുടിയിറക്കപ്പെടുന്നതിൻ്റെ വേദനയും പ്രയാസവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും അവരുടെ പ്രതിരോധമാണ് അതിൽ നിന്ന് ഉയർന്നു വരുന്നത്. അത് മനസ്സിലാക്കാതെ യാതൊരു മനസ്സാക്ഷിയില്ലാതെ ദിവസവും ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരെ പോകുന്നത് വെസ്റ്റ് ബാങ്കിലേക്കും അതുപോലെ ഗസയിലേക്കുമാണ്. ഇത് ഇസ്രായേലിൻ്റെ 2 പാർട്ടായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിലേക്ക് പോയി ഘട്ടമായി ഗവൺമെൻറ് പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഫലസ്തീനികളുടെ കൃഷിഭൂമി, അവരുടെ വീട്, ഇങ്ങനെ ഓരോന്നായി കയ്യേറുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു ജനത തെരുവിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ നിന്നും പല രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഫലസ്തീന് ശക്തമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണ പല ജനസമൂഹങ്ങളിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ, വസ്തുത മനസ്സിലാക്കാതെ എന്തെങ്കിലും തങ്ങൾ പേറുന്ന ഒരു ഐഡിയോളജിയുടെ പേരിൽ അല്ലെങ്കിൽ മതപരമായ വിദ്വേഷത്തിൻ്റെ പേരിൽ ഫലസ്തീനെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല.